പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലായി പാലക്കാട് മുതലമടയിലെ മാങ്ങ കർഷകർ. കപ്പൽ ചരക്കു നീക്കം നിലച്ചതോടെ വിദേശത്തേക്ക് മാങ്ങ കയറ്റി അയക്കാൻ കഴിയുന്നില്ല. കിലോയ്ക്ക് 700 രൂപ വിലയ്ക്ക് വിദേശത്തേക്ക് അയച്ച മാങ്ങ ഇപ്പോൾ 22 രൂപയ്ക്കാണ് വിറ്റഴിക്കുന്നത്. യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും ഹൈപ്പർ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെക്കേണ്ട മാങ്ങകളാണിവ. യുദ്ധം എല്ലാം തകർത്തു. യുദ്ധം മുതലമടയിലെ മാങ്ങാ കർഷകരെ വലിയ രീതിയിലാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ മാംഗോ സിറ്റിയാണ് മുതലമട. അൽഫോൺസ, നീലൻ, പങ്ങനാപ്പള്ളി, തോത്താപുരി, സിന്ദൂരം, ഹിമപ്രസന്ത്, കേസർ, മൽഗോവ തുടങ്ങി 50-ൽ കൂടുതൽ ഇനം മാങ്ങകൾ മുതലമടയിൽ കൃഷി ചെയ്യുന്നുണ്ട്. വിദേശത്ത് നിന്നും മികച്ച വരുമാനം എത്തിക്കുന്നതിൽ മുതലമടയിലെ മാങ്ങാ കർഷകർ വലിയ സംഭാവനകളാണ് നൽകുന്നത്. യുദ്ധം തുടങ്ങിയതോടെ മാങ്ങാ കയറ്റുമതി നിലച്ചു. ഇത്തവണ വന്നിട്ട് ഷിപ്പിൽ കണ്ടെയ്നറിലാണ് നമ്മൾ സാധാരണ വിദേശത്തേക്ക് കയറ്റയക്കാറുള്ളത്. ഈ പ്രാവശ്യം കണ്ടെയ്നറൊന്നും പാക്കിങ് ഉണ്ടായിരുന്നില്ല. ഈ കെട്ടിക്കിടക്കുന്ന ഈ സമയത്തും ഇത്രയും മാങ്ങ കെട്ടിക്കിടക്കില്ല. ഇപ്പോൾ ഇവിടെ ലോക്കൽ സെയിലും ഇല്ല, ഉത്തരേന്ത്യ ലെവലിൽ അവിടെയും സെയിലില്ല. നമ്മൾ ഇപ്പോൾ എക്സ്പോർട്ട് ലെവലിലും സെയിൽ പറ്റ കുറവാണ്. സാധാരണ മാങ്ങ പറിക്കുന്ന ദിവസം തന്നെ കയറ്റുമതി നടക്കും. നിലവിൽ മാങ്ങ കേടുവന്നു പോവുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി മാങ്ങ വിളവെടുക്കുന്നത് മുതലമടയിലാണ്. നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പ് ആരംഭിച്ചതോടെ ഉത്തരേന്ത്യയിലേക്ക് മാങ്ങ കയറ്റി അയക്കുന്നതും കുറഞ്ഞു. കേടുവന്ന മാങ്ങ ഉപേക്ഷിക്കാൻ പ്രയാസം നേരിടുന്നതിനാൽ കുറഞ്ഞ വിലയിൽ മാങ്ങ വിറ്റഴിക്കുകയാണ് കർഷകർ. ഇതാണ് മാങ്ങയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പോകുന്ന അൽഫോൺസ എന്ന മാങ്ങ. ഇത് തുടക്കത്തിൽ നമുക്ക് 700 രൂപ ഉണ്ടായിരുന്നു. പിന്നെ അത് 500 രൂപയിൽ കുറേ ദിവസം നിന്നു. ഇപ്പോൾ ഇത് മാങ്ങേൻ്റെ വില 22 രൂപയാണ്. 22 രൂപയ്ക്കാണ് നമ്മൾ ജ്യൂസ് കമ്പനിക്കാർക്ക് ഈ മാങ്ങ കൊടുക്കുന്നത്. വലിയ നഷ്ടമാണ്. ഇപ്പോൾ 6000 ഹെക്ടറിലായി 100 കണക്കിന് കർഷകരാണ് മാങ്ങ കൃഷി നടത്തുന്നത്. ഇതുകൂടാതെ മാങ്ങ കച്ചവടം നടത്തുന്നവരും കയറ്റിറക്ക് തൊഴിലാളികളും വേറെയും. പശ്ചിമേഷ്യൻ യുദ്ധം മുതലമടയിൽ മാത്രം 1000-ഓളം ആളുകളെ നേരിട്ട് ബാധിച്ചു. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. വാർത്ത റിപ്പോർട്ട് ചെയ്ത സാജിദ് അജ്മൽ നമ്മോടൊപ്പം തത്സമയം. സാജിദ്, ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യൻ യുദ്ധം സാജിദ്, പശ്ചിമേഷ്യൻ യുദ്ധം എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചയാണ് നമ്മൾ മുതലമടയിൽ നിന്ന് കാണുന്നത്. അപ്പോൾ മുതലമടയിലെ മാങ്ങാ കർഷകരെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയിൽ നടക്കം അവിടെ കർഷകരായി വരുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ പ്രതീക്ഷയോടെ നിന്ന ഒരു ഘടകം ഇത് പുറത്തേക്ക് കയറ്റി അയക്കാൻ കഴിയുമ്പോൾ ലഭിക്കുന്ന വലിയ വരുമാനത്തെ ഓർത്തായിരുന്നു. പക്ഷേ യുദ്ധം അവരെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ യുദ്ധം തീരാതെ മറ്റു വഴികളില്ല എന്നൊരവസ്ഥയിലും പ്രതിസന്ധിയിലും തന്നെയാണോ മുതലമടക്കാരുള്ളത്? സൈഫുദ്ദീൻ, തീർച്ചയായും കേരളത്തിലേക്ക് വിദേശ നാണ്യം എത്തിക്കുന്നതിൽ മുതലമടയിലെ മാങ്ങാ കർഷകർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ടത്. മുതലമട എന്ന ഒറ്റ പഞ്ചായത്തിൽ മാത്രമല്ല, സമീപത്തെ കൊല്ലങ്കോട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ 6000 ഹെക്ടറിലധികം വിപുലമായി നിരവധി വെറൈറ്റി മാങ്ങകൾ കൃഷി ചെയ്യുന്ന ഒരു മേഖലയാണ് ഇത്. ഇതിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായി മാങ്ങ വിളവെടുപ്പിന് എത്തുന്നത് മുതലമടയിലാണ്. അതുകൊണ്ട് വലിയ വിലയ്ക്കാണ് ഇവർ വിദേശത്തേക്ക് ഇത് കയറ്റുമതി ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്ക് ഈ മുതലമടയിലെ മാങ്ങയ്ക്ക് അവിടെ വലിയ ആവശ്യക്കാരാണ്. മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിലും ഈ മുതലമട മാങ്ങയ്ക്ക് വലിയ ഡിമാൻഡാണ്. പക്ഷേ ഇത്തവണ പശ്ചിമേഷ്യൻ യുദ്ധം എല്ലാം തകർത്ത അവസ്ഥയിലാണ്. നേരത്തെ ആ കർഷകൻ സൂചിപ്പിച്ച പോലെ തന്നെ 700 രൂപയ്ക്ക് വിറ്റിരുന്ന മാങ്ങ ഇപ്പോൾ അത് വെറും 22 രൂപയ്ക്ക് വിറ്റഴിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അതും ഈ എടുക്കാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മാങ്ങയുടെ വിളവെടുപ്പ് സീസണാണ്. അതുകൊണ്ട് ഈ ഡൽഹിയിലേക്കും ബോംബെയിലേക്കും മറ്റും കയറ്റി പോയിരുന്നതിന്റെ അളവും കുറഞ്ഞു. ഈ പല കർഷകരും ഇത് പറിക്കാതെ ഇട്ടിരിക്കുകയാണ്. വിറ്റ് പോകില്ല എന്ന അവസ്ഥ കൂടി ഉണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം ഈ മുതലമട എന്ന ഒറ്റ പ്രദേശത്തെ മാങ്ങാ കർഷകരെയും അവിടെയുള്ള കച്ചവടക്കാരെയും നേരിട്ട് ബാധിച്ചതിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇതുപോലെ ഈ യുദ്ധം എല്ലാ മേഖലയെയും വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഫുദ്ദീൻ.